ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2025 റിലീസായ ട്രിഗർ എന്നൊരു ആക്ഷൻ ത്രില്ലർ സീരീസാണ്. മൊത്തം 10 എപ്പിസോഡുകളാണ് ഈ സീരീസിലുള്ളത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് കുറേ പെട്ടികൾ കടലിനടിയിലൂടെ കടത്തുന്നുണ്ട്. അത് കൈമാറ്റം ചെയ്യാനായി 2 ടീംസും ഉണ്ട്. ശേഷം പാർക്കിനെ കാണിക്കുന്നു. അവനൊരു ടാക്സിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു ഓഫീസർ വിളിക്കും. ഇവനൊന്നും വേറൊരു പണിയുമില്ലേ? എന്താ വേണ്ടത്? നിന്റെ ലൊക്കേഷൻ ഒന്ന് കൺഫേം ചെയ്യാനായി വിളിച്ചതാണ്. നീ ഇപ്പോൾ എവിടെയാണ്? അപ്പോൾ എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിടറാ നായ്ക്കളെ. കട്ടിങ്സ് ഇറക്കല്ലേ? നീ വീട്ടിലോട്ട് തന്നെയല്ലേ പോകുന്നത്? അതെ. ഇനി എന്നെ വിളിക്കല്ലേ പ്ലീസ് എന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്യും. എന്നിട്ട് ആംഗ്ലറ്റ് മോണിറ്റർ അവൻ ശ്രദ്ധിക്കും. ശേഷം പാർക്കിൻ്റെ വീട്ടിൽ ലീ മൂൺ ബേക്കിനെ പിടിച്ചു വെച്ചിട്ടുണ്ടാവും. മറുഭാഗത്ത് പാർക്കുള്ള വണ്ടിയാണെന്ന് കരുതി ഒരു വണ്ടി പിടിച്ചല്ലോ സിയോ. അത് അവൻ വന്നുകൊണ്ടിരുന്ന ടാക്സിയായിരുന്നു. എന്നാൽ അവൻ അതിൽ നിന്ന് മുമ്പേ ഇറങ്ങിപ്പോയിരുന്നു. പക്ഷേ ആ മോണിറ്ററും സെൽഫോണും അതിലിട്ടിട്ടാണ് അവൻ പോയിരിക്കുന്നത്, ട്രാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി. ശേഷം ലീ ബേക്കിനോട്, നിനക്കെന്താ പാർക്കുമായിട്ട് കണക്ഷൻ? അതാരാ? എനിക്കവനെ അറിയില്ല. നീ ഡെലിവറി വന്ന പാക്കേജ് എടുക്കാനായി വന്നതല്ലേ? അതെ. പക്ഷേ എനിക്കവനെ അറിയില്ല. അതിൽ കുറച്ച് ബുള്ളറ്റ്സ് ആണുള്ളത്. ബുള്ളറ്റ്സ് മാത്രമേ ഉള്ളൂ, തോക്കില്ലേ? നീ അത് എടുക്കാൻ വന്നതല്ലേ? അല്ല. ഡെലിവറി ചെയ്യുന്ന സ്ഥലത്ത് ചെന്ന് അന്വേഷിച്ചപ്പോൾ കിട്ടിയ അഡ്രസ്സാണിത്. ഫോൺ നമ്പറും ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ തന്നെ ഒരു അഡ്രസ്സ് കണ്ടെത്തി ഇവിടേക്ക് വന്നതാ. ഞാൻ ഇവിടേക്ക് എത്തുമ്പോൾ ഇവിടുന്ന് ഒരുത്തൻ ഇറങ്ങിപ്പോകുന്നത് കണ്ടിരുന്നു. അപ്പോൾ ഇവനാണോ ആളെന്ന് ചോദിക്കുമ്പോൾ അതെ, ഇവൻ തന്നെ. ഇവൻ ഡോർ ലോക്ക് ചെയ്തില്ല. അങ്ങനെ അകത്ത് കയറി. പക്ഷേ പെട്ടി കാലിയായിരുന്നു. ആ നേരത്താണ് നീ വരുന്നത്. ലീ ഡിറ്റക്റ്റീവ് സിയോനെ വിളിച്ച്, എന്തായി, അവനെ കണ്ടുപിടിച്ചോ? ഇല്ല. അവൻ ആംഗ്ലറ്റ് മോണിറ്ററും ഫോണും ടാക്സിയിലിട്ടിട്ടാണ് പോയിരിക്കുന്നത്. ആ കാറിൽ വല്ല ഗണ്ണുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറയും. എന്തായാലും അവനെ പെട്ടെന്ന് കണ്ടെത്തിക്കൊള്ളാമെന്ന് പറയുന്നു. എന്നിട്ട് ഒരു ഓഫീസറിനെ വിളിച്ച് ഇവനെ കണ്ടെത്താൻ സെക്യൂരിറ്റി ക്യാമറ ഫൂട്ടേജ് ചെക്ക് ചെയ്യാൻ പറയും. ആ സമയത്ത് അവിടേക്ക് ആരോ വരുമ്പോൾ പെട്ടെന്ന് ബേക്ക് ലൈറ്റ് ഓഫ് ചെയ്യും. ബേക്ക്, ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ് 1 2 3 എന്നും പറഞ്ഞ് മറ്റവൻ്റെ പിന്നാലെ ഓടും. ആ നേരത്താണ് ലീയോട് പാർക്കുള്ള CCTV ഫൂട്ടേജ് കിട്ടിയ വിവരം അറിയിക്കുന്നത്. പിന്നെ അവനും നോക്കില്ല, ഇറങ്ങി ഓടും. അവിടേക്ക് വന്നത് ജോങ്മാൻ്റെ കൂടെയുള്ളവനായിരിക്കും. അങ്ങനെ ഓടി ഓടി അവസാനം ബേക്ക് അവനെ അടിച്ചു വീഴ്ത്തും. അവിടുന്ന് ലീക്ക് കോൾ വരും. അവനെ ലൊക്കേറ്റ് ചെയ്തോ? എവിടെയാ ഉള്ളത്? അപ്പോൾ നിങ്ങൾ നിൽക്കുന്നതിൻ്റെ 3 കിലോമീറ്റർ അപ്പുറമാണ് ഉള്ളത്. കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും. പക്ഷേ എങ്ങനെ പെട്ടെന്ന് അവിടേക്ക് എത്തുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ബേക്ക് അവൻ്റെ കാറിൻ്റെ കീ കാണിക്കുന്നത്. അങ്ങനെ മറ്റവനെയും കെട്ടിയിട്ട് പാർക്കിനെ പിടിക്കാൻ ചെല്ലും. പാർക്കാണെങ്കിൽ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിനനുസരിച്ച് ലൊക്കേഷൻ പറയേണ്ടി വരും. ആ സമയത്ത് കാറിലായി ബുള്ളറ്റ്സ് ഇരിക്കുന്ന പെട്ടി കാണും. ഞാൻ പറഞ്ഞതല്ലേ ബുള്ളറ്റ്സ് എടുക്കാനായി വന്നതാണെന്ന്. അങ്ങനെ പാർക്ക് പോകുന്നതിനനുസരിച്ച് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങും. അതിനനുസരിച്ച് ബേക്ക് കാറ് പറപ്പിച്ചു വിടും. ഒരു മയമില്ലാത്ത ഓടിക്കലായിരിക്കും അവൻ്റേത്. ലീ അവരോട് അവൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് അങ്ങനെ എന്തെങ്കിലും ചെറിയ ഡീറ്റെയിൽസ് പറഞ്ഞ ഉപകാരമായിരുന്നു. അപ്പോൾ ബേക്ക് കൃത്യമായി അവൻ ധരിച്ച ഡ്രസ്സ് പറഞ്ഞു കൊടുക്കും. അവൻ്റെ കയ്യിൽ ഒരു ബാഗും ഉണ്ടെന്ന് പറയും. അത് ശരിയാണെന്ന് മറ്റേ ഓഫീസറും പറയുന്നു. ബാഗ് ഉണ്ടെങ്കിൽ അതിൽ ഗണ്ണും ഉണ്ടാവുമെന്ന് ലീ പറയുന്നു. ബേക്ക്, അവനെ നമ്മളെ രണ്ടുപേരെയും ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? ഏത് 2 പേര്? നമ്മളെ 2 പേരും, നമ്മളിപ്പോൾ ഒരു ടീമല്ലേ എന്ന് ചോദിക്കും. ശേഷം പാർക്ക് ഒരു ഫാർമസിയുടെ ടോയ്ലറ്റിലിരുന്ന് ഗണ്ണിൽ ബുള്ളറ്റ്സ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇവൻ പോകുന്നതിനനുസരിച്ച് ഇൻഫോർമേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതനുസരിച്ച് അത്രയും വേഗത്തിൽ അവർ പോകുന്നുമുണ്ട്. ഇനി അവനുള്ള ലൊക്കേഷനിലേക്ക് എത്താൻ വെറും 4 മിനിറ്റ് മാത്രം. പിന്നെ അത് 3 ആയി, 2 ആയി, 1 ആയി, 10 സെക്കൻഡായി. അപ്പോഴേക്കും അവനൊരു സ്ട്രീറ്റിലേക്ക് എത്തിയിരുന്നു. ഇവർ അവിടേക്ക് എത്തുമ്പോൾ ഒരുപാട് ആളുകളുണ്ടാവും അവിടെ. ക്യാമറയിൽ നോക്കിയിട്ട് പോലും അവൻ മിസ്സായിട്ടുണ്ടാകും. ഇവർ 2 പേരും കുറച്ച് അന്വേഷിക്കും. അവിടെ കാണുന്നുണ്ടാവില്ല. അപ്പോഴാണ് പോലീസ് സ്റ്റേഷനിലേക്കുള്ള ഒരു വഴി ലീ കാണുന്നത്. അവന് ഓൾറെഡി പോലീസുകാരോട് നല്ല ദേഷ്യമാണല്ലോ. അപ്പോൾ അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ എന്തായാലും ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ, അവനെ അവസാനമായി കണ്ടത് ഒരു പോലീസ് സ്റ്റേഷനിലേക്കുള്ള വഴിയിൽ നിന്നാണെന്ന് പറയുന്നു. ശേഷം പാർക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും പോകുന്നത്. അവിടെ ചീഫ് ഉണ്ടാകും. ലീ വിളിച്ച് ആ പാർക്ക് അവിടേക്ക് വരുന്നുണ്ട് തോക്കുമായി. ഞാൻ പെട്ടെന്ന് അവിടേക്ക് എത്താം. അവിടെ എക്സ്ട്രാ സെക്യൂരിറ്റീസിനെ നിർത്തിക്കോ. എന്നിട്ട് നിങ്ങൾ പാർക്കിംഗ് ഏരിയയിലോട്ട് വായോ എന്ന് പറയും. പാർക്ക് അവിടേക്ക് കയറിപ്പോകുമ്പോഴാണ് ചീഫ് ലിഫ്റ്റ് വഴി താഴേക്ക് ഇറങ്ങി വരുന്നത്. അങ്ങനെ ലീയും ബേക്കും അവിടെ എത്തും. ചീഫ്, അവൻ റിവെഞ്ചിന് വന്നതായിരിക്കും. ഞാനായിരുന്നു അവനെ അറസ്റ്റ് ചെയ്തിരുന്നത്. ഇവിടെ പാർക്ക് 2 ഓഫീസർമാരെ കാണും.
ലീ ആണെങ്കിൽ ബേക്കിൻ്റെ കൈ വിലങ്ങി വെച്ച് ലോക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ഇപ്പോൾ കാണുന്നതല്ലേ ഉള്ളൂ അവനെ. ഒരു വെടിയൊച്ച പുറത്തേക്ക് കേൾക്കും അവർ. ആ സമയത്ത് പ്രസ്സിൽ വർക്ക് ചെയ്യുന്ന ആളും അവിടെയുണ്ട്. പാർക്ക് അവിടെയുള്ള ഓഫീസർമാരെ ഷൂട്ട് ചെയ്ത് കൊല്ലും. അങ്ങനെ ഒരു ഓഫീസറിനെ കൊല്ലാൻ നിൽക്കുമ്പോൾ എന്നെ കൊല്ലരുത്, ഞാൻ എൻ്റെ ജോലി മാത്രമാണ് ചെയ്തത്, എനിക്കൊരു 5 വയസ്സുള്ള മകളുള്ളതാ, അതിനിപ്പോൾ എനിക്കെന്താ എന്നും പറഞ്ഞ് അയാളെ കൊല്ലുന്നു. ലീയും ചീഫും അകത്തേക്ക് വരുമ്പോൾ മുമ്പിൽ തന്നെ ഉണ്ടാവും പാർക്ക്. എല്ലാത്തിനെയും ഒരുമിച്ച് കിട്ടിയ സന്തോഷത്തിലാണ് അവൻ. വെടിവെക്കാൻ തുടങ്ങുന്നു. ചീഫ് ഒരു ഗണ്ണ് കൊണ്ടൊന്നും ആവില്ല. അപ്പോൾ ഇവിടെയുള്ള ഗൺ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അത് എവിഡൻസ് റൂമിലാണെന്ന് പറയും. പക്ഷേ അതിൽ ബുള്ളറ്റ്സ് ഉണ്ടാവില്ല. ലീ എന്നാൽ ബുള്ളറ്റ്സ് ഉണ്ട്. ആ റൂമിലെ പാസ്കോഡ് എന്താണെന്ന് ചോദിക്കും. ഞാൻ അവൻ്റെ ശ്രദ്ധ തിരിക്കാം. നിങ്ങൾ ഈ ഓഫീസേഴ്സുമായി സേഫായ ഒരു സ്ഥലത്തേക്ക് മാറിക്കോ, എന്നിട്ട് ശ്രദ്ധ തിരിക്കാൻ വേറൊരു സ്ഥലത്തേക്ക് ചാടും. പിന്നെ ചറപറ വെടിയായിരിക്കും. ലീയെ ഫോളോ ചെയ്ത് പാർക്കും പുറത്തേക്ക് പോകും. ഈ നേരം ചീഫും ബാക്കി ഓഫീസേഴ്സും അവിടുന്ന് മാറും. അതിനിടയിൽ ഒരാൾ അവിടെ കിടക്കുന്ന ഗ്ലാസ്സിൽ ചവിട്ടി അതിന് ശബ്ദം കേട്ട് പാർക്ക് തിരിയും. പെട്ടെന്ന് തന്നെ മറ്റവരോടും. പാർക്ക് ചീഫിനെ വെടിവെക്കുന്നു. ബാക്കി ഓഫീസേഴ്സ് അയാളെ അവിടുന്ന് മാറ്റും. ശേഷം ലീ പുറത്തേക്ക് വന്ന് ബേക്കിൻ്റെ അടുത്തുള്ള ബുള്ളറ്റ്സുമായി വീണ്ടും ഉള്ളിലേക്ക് തന്നെ ചെല്ലും. ഈ വിലങ്ങൊന്ന് അഴിക്കെന്ന് പറയുമ്പോഴും അത് മൈൻഡാക്കാണ്ട് അവൻ പോകും. ഇവിടെ ചീഫിന് ഫസ്റ്റ് എയ്ഡ് എടുക്കും. ചീഫ് അതിലുള്ള ഒരു ലേഡി ഓഫീസറിന് ഒരു ഗണ്ണ് കൊടുക്കുന്നു. ശേഷം ലീ എവിഡൻസ് ഓഫീസിൽ ചെന്ന് ഗണ്ണെടുക്കും. ആ നേരത്താണ് നേരത്തെ വെടിവെപ്പിൽ അവനും പരിക്കേറ്റിട്ടുണ്ടെന്ന് മനസ്സിലാവുക. പക്ഷെ അവനതൊന്നും കാര്യമാക്കാതെ പരിപാടി തുടങ്ങും. പുറത്ത് ബേക്ക് വലിച്ച് അവസാനം കൈ അങ്ങ് ഊരിയെടുക്കും. ആ സമയം പ്രസ്സിൽ വർക്ക് ചെയ്യുന്ന ആൾ അവൻ്റെ അടുത്തേക്ക് ചെല്ലും. ശേഷം ഡിറ്റക്റ്റീവ് സിഒ ചീഫിനെ വിളിച്ച് നിങ്ങൾ ഓക്കെ അല്ലേ, ഞങ്ങൾ ഇപ്പോൾ എത്തുമെന്ന് പറയും. അപ്പോൾ നീ ഇപ്പോൾ ഇവിടേക്ക് വരണ്ട, ബാക്കപ്പ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യ്. ശേഷം ലീ ബുള്ളറ്റ്സ് നിറച്ച് ഗൺ ലോഡ് ചെയ്യുന്നു. എങ്കിലും അവൻ്റെ മനസ്സിനെ എന്തോ അലട്ടുന്നുണ്ട്. അവൻ മിലിറ്ററിയിലുള്ള സമയത്ത് നടന്ന സംഭവങ്ങളാണ് അതിന് കാരണം. അതിനുശേഷം അവൻ ഗണ്ണ് കൊണ്ട് ആരെയും ഷൂട്ട് ചെയ്തിട്ടില്ല. ടേസർ ഗൺ മാത്രമേ യൂസ് ചെയ്യൂ, മറ്റേ ഷോക്കടിപ്പിക്കുന്ന ഗണ്ണ്. ശേഷം പാർക്ക് നേരെ ചീഫ് ഇരിക്കുന്ന സ്ഥലത്തേക്കെത്തും. എന്നിട്ട് അയാൾക്ക് നേരെ തോക്കു ചൂണ്ടുന്നു. ഈ സമയം വേറൊരിടത്ത് ഓഫീസേഴ്സ് ഒളിച്ചിരിക്കുന്നുണ്ട്. ആ ലേഡി ഓഫീസർ അവൾക്ക് കൊടുത്ത ഗണ്ണ് കൊണ്ട് അവന് നേരെ വെടിവെക്കും. അത് അവൻ്റെ മോന്തയിൽ ഒരഞ്ഞുകൊണ്ടു പോകുന്നു. ഈ വെടിയൊച്ച കേട്ടതോടെ ലീ ചാർജ് ആവും. അവനും തൂക്കുമായി ചെല്ലും. പാർക്ക് ഒളിച്ചിരിക്കുന്ന ഓഫീസേഴ്സിന് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നു. ലീ നേരെ ചെന്ന് അവൻ്റെ 2 കാലിലും നോക്കി വെടിവെക്കും. അപ്പോഴും പാർക്ക് നിർത്താതെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ലീ ഇനി ഒരിക്കലും ഗണ്ണ് യൂസ് ചെയ്ത് ഒരാളെ കൊല്ലില്ല എന്ന് തീരുമാനമെടുത്ത ആളായിരിക്കും. ഇനി അഥവാ തോക്കെടുക്കുകയാണെങ്കിൽ ഒരു ജീവൻ എടുക്കുന്നത് മറ്റൊരു ജീവൻ രക്ഷിക്കാനായിരിക്കും. അങ്ങനെ ലീ പാർക്കിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ഇത് ആ പ്രസ്സിലുള്ള ആൾ റെക്കോർഡ് ചെയ്യുന്നുമുണ്ട്. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.